നമസ്കാരം കൂട്ടുകാരെ. നമ്മുടെ കിഴങ്ങ് വിളകളെല്ലാം നമ്മൾ ഒരു ചലഞ്ചായിട്ട് ടെറസിൽ തന്നെ നമ്മൾ നടാനെത്തുകൊണ്ട് ഒരു തീരുമാനമെടുത്ത് നമ്മൾ കഴിവതും ടെറസിൽ തന്നെയാണ് നട്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു 20 ചാക്കിനകത്ത് നമ്മളിപ്പം കാച്ചിൽ, വിവിധ വെറൈറ്റി കാച്ചിൽ ഇതിൽ വെച്ചിട്ടുണ്ട്. കൂടാതെ കുറച്ചുകൂടി ഇപ്പം നമ്മൾ കുറച്ച് കമ്പോസ്റ്റ്, ഈ ബാക്കി നടാനായിട്ടുള്ള കമ്പോസ്റ്റ് റെഡിയാക്കാനായിട്ടാണ് ഈ കരിയിലെല്ലാം കൂടി ഇട്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മളൊരെണ്ണം മുക്കിഴങ്ങ് നട്ടിരിക്കുന്നത്. ആ മുക്കിഴങ്ങ് വള്ളി നേരെ മുകളിലെത്തിയിട്ടുണ്ട്. മുക്കിഴങ്ങ് വള്ളി വീശാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് കാച്ചിലാണ്. കാച്ചിലെല്ലാം വള്ളി മേളിലോട്ട് കയറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ 20 ചാക്കിൽ നമ്മൾ കാച്ചിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നത് ഒരു മുക്കിഴങ്ങാണ്. ഇത് നല്ല ഉഷാറായിട്ട് മേളിലോട്ട് കയറി നല്ല സെറ്റായിട്ട് അവിടെ അടിപൊളിയായിട്ട് അവൻ പടന്ന് കയറുന്നുണ്ട്. അപ്പോൾ ഇനി ഒരു 3-4 മുക്കിഴങ്ങ് കൂടി നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ കാണിച്ചു തരാം. ഇതൊരു കാച്ചിലാണിത്. കാച്ചിൽ നമ്മൾ ചാക്കിനകത്ത് വെച്ച് ഇതിനകത്ത് നമ്മൾ മെയിനായിട്ട് ടെറസിൽ തന്നെ നമ്മൾ നടാനുള്ളൊരു കാരണം എന്ന് പറയുന്നത്, നമുക്ക് ഇവിടെ പടത്തി വിടാനായിട്ട് ഇവിടെ ഒരു ആഞ്ഞിലിയുണ്ട് നമ്മുടെ. അപ്പം നല്ല വെയിൽ കിട്ടുന്നൊരു പ്രദേശമായതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു സ്ഥലം സെലക്ട് ചെയ്യാനും കാരണം. പിന്നെ ഈ വർഷം നമ്മളിത് ടെറസിൽ ഇത് സക്സസ് ആവുമെങ്കിൽ നമ്മൾ അടുത്ത സീസണിൽ ഈ വർഷത്തെ വിളവ് കഴിഞ്ഞിട്ട് ഇവർക്കെല്ലാം കൂടി നമ്മളൊരു പെർമനൻ്റ് ആയിട്ടൊരു സെറ്റപ്പ് ഇവിടെ റെഡിയാക്കും. അതായത് നമ്മുടെ മെയിൻ റൂഫിൽ നിന്ന് കുറച്ച് പൊക്കിയിട്ട് നമ്മളൊരു അവിടെ അപ്പുറത്ത് നമ്മൾ ചെയ്തിരിക്കുന്ന പോലെ തന്നെ ഒരു തട്ട് നമ്മൾ ഈ മുക്കിഴങ്ങും കാച്ചിലെല്ലാം ഇടാനായിട്ട് നമ്മളൊരു പെർമനൻ്റ് സെറ്റപ്പ് റെഡിയാക്കും. അതുകൂടാതെ നമ്മൾ മധുരക്കിഴങ്ങിൻ്റെ വേറൊരു വെറൈറ്റി നമ്മുടെ കയ്യിലുണ്ടായിരുന്ന വെറൈറ്റി കൂടാതെ തന്നെ ഇപ്പം നമ്മൾ വേറൊരു വെറൈറ്റി കളക്ട് ചെയ്തിട്ട് അതുകൂടി നമ്മളിപ്പോൾ ചാക്കിനകത്ത് നമ്മൾ നട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വള്ളി വീശാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കയ്യിലുണ്ടായിരുന്ന വെറൈറ്റിയാണ് ഈ കാണുന്നത്. ഇതായിരുന്നു നമ്മുടെ കയ്യിലുണ്ടായിരുന്ന വെറൈറ്റി. ഇത് നമ്മളിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു പുതിയ വെറൈറ്റിയാണ്. ഇപ്പോൾ ഈ ആദ്യമായിട്ടാണ് നമ്മളിത് ചാക്കിനകത്ത് വെച്ച് നോക്കുന്നത്. അതുപോലെ തന്നെ അതേ നമ്മുടെ വേറാപ്പിൾ നന്നായിട്ട് വിളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കളറ് മാറി തുടങ്ങിയിട്ടുണ്ട്. നമുക്കത് പറിക്കാം. രണ്ട് ഇതുണ്ട്, അടിപൊളി വേറാപ്പിളാണ്. വേണ്ട, നല്ല ടേസ്റ്റുള്ള സാധനം. ഒരെണ്ണം നോക്കട്ടെ. അടിപൊളി. ഞാൻ വേറാപ്പിൾ ഇതിനു മുമ്പ് ഈ പച്ച ടൈപ്പ് കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത്രയും പഴുത്തൊരെണ്ണം കാണുന്ന ആദ്യമായിട്ട് സംഭവം. നല്ല രുചിയുണ്ട് കേട്ടോ ഇത് കഴിച്ചിട്ട്, അടിപൊളി. അതുപോലെ തന്നെ നമ്മുടെ ബൊഗൈൻവില്ലെല്ലാം നല്ല ലാവിഷായിട്ട് പൂവിടാൻ തുടങ്ങിയിട്ടുണ്ട്. വേണ്ട, നമ്മുടെ കൽക്കട്ട വൈറ്റ് നല്ല തിക്കായിട്ട് പൂവിടാൻ തുടങ്ങിയിട്ടുണ്ട് അവിടെയൊക്കെ. ഈ കളർ പൂ എല്ലാം നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട്. ഇനി എല്ലാം ഇത് പ്രൂൺ ചെയ്യണം. പ്രൂൺ ചെയ്താലേ ഇത് ഒന്നുകൂടി സെറ്റ് ആകത്തുള്ളൂ. അതുകൊണ്ട് നമ്മുടെ കൽക്കട്ട വൈറ്റ് ബൊഗൈൻവില്ലാണ് ആ പൂത്ത് കിടക്കുന്നത്. പിന്നെ നമ്മൾ ഈ പടിപ്പരയുടെ ഇട്ടിരിക്കുന്നതിൽ ഈ ക്യാച്ച് ക്ലവ് എന്ന് പറയുന്ന ആണ് ആ പൂവായി വരുന്നത്. എയർലെയർ ചെയ്ത ചട്ടിയിലോട്ട് മാറ്റിവെച്ച പേരത്തൈകളാണിത്. അതിലിത് കായ ഉണ്ടാകാനായിട്ട് ഇതേ പൂ വന്നു. ഇതിൽ 3, 5 3 ഉണ്ട്. 5, 3, 8 ഇതിലും വന്നിട്ടുണ്ട്. 10 കായോളം ഇപ്പോൾ ഇതിൽ തന്നെ വന്നിട്ടുണ്ട്. ഇതിലും അതിൽ കൂടുതലുണ്ട്. കണ്ടോ, 2, 4, 5, 7, 9 ഇതിൽ നിറച്ചത് പുതിയ നമ്മൾ എയർലെയർ ചെയ്ത അതേ സെയിം ചട്ടിയിലോട്ട് മാറ്റി അതിൽ നിറച്ച് കായ പിടിക്കാനായിട്ടുള്ള പൂ വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ. നമ്മുടെ ബാലി ചാമ്പയിൽ ആദ്യമായിട്ട് ചാമ്പ ഉണ്ടായിട്ടുണ്ട്. ചെറിയ ചാമ്പ, വലുതായി വരുന്നേ ഉള്ളൂ. കണ്ടോ, നല്ല രസമുള്ള ചാമ്പയല്ല, കളർഫുൾ ചാമ്പ. അതുപോലെ തന്നെ നമ്മുടെ ഫ്രിഡ്ജ് ബോക്സിൽ വയ്ക്കുന്ന കദളിക്കൊല പഴുക്കാറായിട്ടുണ്ട്, വെട്ടാറായിട്ടുണ്ട്. നല്ല നന്നായിട്ട് പഴവും വലുതാവുന്നുണ്ട്. ആ പടം ഒരു ചെറിയ ഫ്രിഡ്ജ് ബോക്സിലാണ് നിൽക്കുന്നതെന്ന് ഓർത്തത്. അവിടെ നമുക്കൊരു 7ഓളം പുതിയ വിത്ത് ഇതിനകത്തുനിന്ന് ഇപ്പോൾ ഇത് നമ്മൾ ഈ കൊല വെട്ടുമ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടും. ഇത് നമ്മുടെ വേറൊരു ചാമ്പതേ നന്നായിട്ട് വലുതാകുന്ന ചാമ്പയാണിത്. ഇതുണ്ട്, പുതിയ നാമ്പുകൾ കുറേ വന്നിട്ടുണ്ട്. ഇഷ്ടംപോലെ പൂവും വന്നിട്ടുണ്ട്. അവിടെ ഇവിടെ നിറച്ച് പൂ വന്നിട്ടുണ്ട്.
പുതിയ പുതിയ പൂവുകൾ ഇഷ്ടംപോലെ വരുന്നുണ്ട് ഇതിനകത്ത്. നമ്മുടെ മുളക് ചെടികളാണിത്, വളർന്നു വരുന്നതേ ഉള്ളൂ. ഇത് നമ്മുടെ താഴെ ഗ്രൗണ്ടിൽ അപ്പോൾ നമുക്ക് കുറച്ച് വീടിൻ്റെ മുൻവശമായിട്ട് നമുക്ക് കുറച്ച് സ്ഥലമേ ഉള്ളൂ. അപ്പോൾ ഉള്ളതിൽ നമ്മൾ ഈ ഒരു കോർണറിൽ ഒരു ഒട്ടുമാവ് വെച്ചിട്ടുണ്ട്. ഇത് നല്ലൊരു മാവാണ്, ഇത് കായ്ക്കാറായിട്ടില്ല. അപ്പോൾ അതിൻ്റെ ചൂട് നമ്മളിങ്ങനെ കല്ല് കെട്ടി നേരത്തെ പൊക്കിയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഒരു പോർഷനകത്ത് നമ്മൾ നന്നായിട്ട് അടിവളം കൊടുത്തിട്ട് നനകിഴങ്ങ് കംപ്ലീറ്റ് കുറച്ചധികം നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഒരു 10-12 ചുവട് നനകിഴങ്ങ് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ആ കൂടെ തന്നെ നമ്മൾ ചീരയും നട്ടിട്ടുണ്ട്, വെണ്ടയും നട്ടിട്ടുണ്ട് ഇതിനകത്ത് തന്നെ. ഇതുണ്ട്, വെണ്ടയൊക്കെ കായ്ക്കാറായി. ആ ചീര തന്നെ നമ്മൾ പല വലിപ്പത്തിലുള്ളതാണ് നട്ടിരിക്കുന്നത്. അതായത് ഒന്ന് വിളവെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ സമയം കഴിയുമ്പോൾ അടുത്ത വിളവെടുക്കത്തക്ക രീതിയിൽ ചെറുതും വലുതുമായിട്ട് ക്രമീകരിച്ചിട്ടാണ് നമ്മൾ ഇതിനകത്ത് നട്ടിരിക്കുന്നത്. അപ്പം ചെറുകിഴങ്ങ് നമ്മളിവിടെ നടാനുള്ള കാരണം ഇത് നമ്മളിവിടെ ഒരു ആര്യവേപ്പുണ്ട്, അതിലേക്ക് നമുക്ക് പടത്താനുള്ളൊരു സൗകര്യമുള്ളതുകൊണ്ടാണ് നമ്മളിവിടെ നട്ടത്. ഇത് അതേപോലെ തന്നെ വീടിൻ്റെ താഴ്വശമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെറുകിഴങ്ങാണ് ഈ ഇട്ടിരിക്കുന്നത് കംപ്ലീറ്റ്. ഇതിനകത്ത് നമ്മൾ ചെറുകിഴങ്ങിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ പച്ചച്ചീരയും വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, പച്ചച്ചീര എല്ലാ ചുവട്ടിലും വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ചുമലച്ചീരയും വെച്ചിട്ടുണ്ട്, വെണ്ടയും വെച്ചിട്ടുണ്ട്. കൂടാതെ നമ്മുടെ താഴെ ഇത് കണ്ടോ, നമ്മുടെ ഇത് എരിക്കെന്ന് പറയും. നമ്മൾ ഇതിൻ്റെ എല്ലാം നമുക്ക് വളമായിട്ട് മെയിനായിട്ട് ഉപയോഗിക്കാം. ഇത് ചീച്ച് ചെടികൾ കൊടുക്കുന്നത് നല്ലതാണ്. ഒരു 4 ദിവസം ഇതിൻ്റെ ഇല വെള്ളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞ് ചീച്ചിട്ട് ഒരു 4 ദിവസം ഇട്ടേച്ചും കൊടുക്കുന്നത് നല്ലതാണ്. വെച്ചാൽ ബോറോൺ കൂടുതൽ കിട്ടാനായിട്ട് ഇതിൻ്റെ ഇലയിൽ അങ്ങനെ ഒരു കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് ഇത് നല്ലതാണ്. പിന്നെ ഇത് നമ്മുടെ ഒരു അബിയുമാണ്. അബിയു വളർന്ന് വരുന്നതേ ഉള്ളൂ. പിന്നെ ഇത് നമ്മൾ ആടലോടെ കാണുന്നത്. പിന്നെ ആ പടത്ത് കിടക്കുന്നത് വെറ്റയാണിത്. പിന്നെ നമ്മുടെ പ്ലാവിൽ ഇപ്പോൾ 2 ചക്ക വലുതായി വരുന്നുണ്ട്. പിന്നെ നമ്മൾ ആ സൈഡിലൊരു നെല്ലിമരമുണ്ട് നല്ല. ഇത് നമ്മളൊരു നെല്ലിമരമാണിത്. പിന്നെ ആ കാണുന്ന കരിമ്പാണ്. ഇത്രയാണ് നമ്മൾ ഈ താഴെ ഉള്ള സ്ഥലത്ത് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ നമ്മളൊരു കറിവേപ്പ് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചങ്ങലമ്പറിൻ്റെ കിടപ്പുണ്ട് അതിനിടയ്ക്ക്. ഇത് നമ്മൾ കുറച്ച് ചെടികളുടെ കളക്ഷനാണ് നമ്മൾ. ഇത് നമ്മുടെ കഴിഞ്ഞ ദിവസം സൈഡിലേക്കൊരു മരം വെട്ടിയതിനകത്തു നിന്നൊരു ചെറിയൊരു പണി കിട്ടിയതാണ്. അപ്പോൾ ആ ഒരു ഇത് നമ്മൾ കളയാതിരിക്കാൻ വേണ്ടി അതിനകത്ത് നമ്മളൊരു ഓർക്കിഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അത് വേരൊക്കെ പിടിച്ച് സെറ്റായി വന്നതിൽ ചെടികളെല്ലാം വളർന്നു വരുന്നേ ഉള്ളൂ. ഇത് നമ്മുടെ ഹാങ്ങിങ് പ്ലാന്റിൻ്റെ ഒരു കളക്ഷനാണിത്. ഇനിയും നമ്മൾ കുറച്ച് ഒരു 10-12 ചട്ടി കൂടി നട്ടിട്ടുണ്ട്. അതെല്ലാം ഒന്ന് വളർന്നു വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ അടുത്ത വീഡിയോയിൽ അത് എങ്ങനെയാണ് നട്ടതെന്ന് കൃത്യമായിട്ട് കാണിച്ചു തരാം. ഹാങ്ങിങ് പ്ലാന്റിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ചെടി ഈ കാണുന്നതാണ്. നല്ല ഭംഗിയല്ലേ ഇത് കാണാനായിട്ട്. അതുമല്ല നല്ല ലെങ്തിൽ ഇത് വരികയും ചെയ്യും. പിന്നെ ഇവരും കൊള്ളാം. ഈ ഒരു വെറൈറ്റിയും തിരക്കേടില്ല. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചതേ ഉള്ളൂ. ഇനി അത് കറക്റ്റായിട്ട് ഇനി നമ്മൾ പ്രൊപ്പഗേഷൻ ചെയ്ത് എടുക്കണം. ഇനി അത് ഒരു 3-4 പാത്രത്തിലോട്ട് മാറ്റണം. എല്ലാം ഇത് പ്രൂൺ ചെയ്ത് അടുത്ത പ്രാവശ്യം നന്നായിട്ടൊന്ന് വളയിട്ട് കൊടുത്താൽ ഇവനൊന്ന് തിക്കായിട്ട് പോകാവത്തുള്ളൂ. പിന്നെ നമ്മുടെ ഒരു നഷ്ടമാണിത്. നമുക്കിവിടെ ഒരുപാട് ഫ്രൂട്ട് തന്ന നമ്മുടെ ഒരു ഏറ്റവും വലിയ പപ്പരയായിരുന്നു ഇത്. അതിപ്പം അതിൻ്റെ കാലാവധി കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ ദിവസം മറിഞ്ഞു വീണ്. പിന്നെ ഇവനെ നമ്മളിവിടുന്ന് വെട്ടി ഒഴിവാക്കിയിട്ട് ഒരു പുതിയൊരു ചെടി നമ്മളിവിടെ പപ്പരയും ഇവിടെ നടത്തില്ല. അപ്പം പപ്പര നമ്മൾ വേറെ സ്ഥലത്തേക്ക് മാറ്റി നട്ടിട്ട് ഇവിടെ നമുക്കൊരു പുതിയൊരു പ്ലാന്റ് സെറ്റ് ചെയ്യണം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുക.